ബി.ജെ.പി. ബാന്ധവ വിവാദത്തിൽ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ നീക്കി. ഇന്നലെ ചേർന്ന സി.പി.ഐ.എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായതിനു പിന്നാലെയാണ് നടപടി. ടി.പി. രാമകൃഷ്ണനാണ് ഇനി ഇടതുമുന്നണി കൺവീനർ. സംഘടനാ നടപടിയല്ലെന്ന് പറയുമ്പോഴും മുന്നണിയെ നയിക്കുന്നതിൽ ഇ.പി. ജയരാജന് പരിമിതികളുണ്ടായെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് കണ്ടിട്ട് എത്ര മാസമായി എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് ഇ.പി. ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിനുള്ള സി.പി.ഐയുടെ അതൃപ്തി ഉയർത്തി എം.വി. ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ ഇ.പി. ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന വി.എൻ. വാസവന്റെ അഭിപ്രായം ഇ.പി. ജയരാജനെ ക്ഷുഭിതനാക്കി. തുടർന്ന് ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നെന്നുമായിരുന്നു വിഷയത്തിൽ ഇ.പി.യുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ ഇ.പി. ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. CITU സംസ്ഥാന പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. മുന്നണി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ഇ.പി. ജയരാജന് പരിമിതികളുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അത് സംബന്ധിച്ച് LDFന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. ഇ.പി. ജയരാജനെ മാറ്റിയത് പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പറയാനാകില്ലെന്ന് നിയുക്ത LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനറുമായി പലപ്പോഴും ആളുകൾ മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കുറച്ചു വൈകിയെങ്കിലും ഒരു മുഴം മുൻപേയുള്ള CPMന്റെ ഏറാണ് ഇ.പി. ജയരാജന്റെ സ്ഥാനചലനം. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക കൂടി CPIM ലക്ഷ്യമിടുന്നു. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം.